എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കലത്തപ്പം റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് തലേന്ന് ഒരു 1.5 കപ്പ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്കായ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ 1.5 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തേങ്ങ ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതേപോലെ കഷ്ണാക്കി അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നത്. ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടിയോളം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ അപ്പച്ചട്ടിയിൽ തന്നെ ഇതിലൊരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടാ. 1.5 കപ്പ് മാവ് കൊണ്ട് 3 കലത്തപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.